കർമ്മത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, വിധിയിലല്ല. പക്ഷേ വിധി എന്ന് ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാഷിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? പക്ഷേ ഈ വർത്തമാനകാല ഇന്ത്യയിൽ ചരിത്ര സ്മാരകങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമാണ്? ചരിത്ര സ്മാരകങ്ങൾക്ക് അതെന്താ വെച്ചാൽ ഈ ചരിത്രം എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. രാഷ്ട്രീയക്കാർ അവരെപ്പോഴും ചരിത്രം ഉപയോഗിക്കുക. ബ്രിട്ടീഷുകാർ അത് ചെയ്തു ഇത് ചെയ്തു, ഗാന്ധി അത് ചെയ്തു ഇത് ചെയ്തു എന്നാണല്ലോ, അല്ലെങ്കിൽ മാർക്സ് അത് ചെയ്തു ഇത് ചെയ്തു, അല്ലെങ്കിൽ ലെനിൻ. മതക്കാരും അങ്ങനെ തന്നെ ചരിത്രം അവർ ഉപയോഗിക്കുന്നത്. മുഹമ്മദ് നബി അത് ചെയ്തു ഇത് ചെയ്തു അല്ലേ. നബി ചെയ്തത്, നബി ചെയ്യാൻ പറഞ്ഞത്, നബി ചെയ്യരുതെന്ന് പറഞ്ഞത്, നബിയുടെ മുമ്പിൽ വെച്ച് ചെയ്തപ്പോൾ നബി പ്രോത്സാഹിപ്പിച്ചത്, നബിയുടെ മുമ്പിൽ ചെയ്തപ്പോൾ നബി നിഷേധിച്ചത്, നിരോധിച്ചത്. അല്ലെ ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു അങ്ങനെ പറഞ്ഞു, ക്രിസ്തു ഇങ്ങനെ നടന്നു, ഇങ്ങനെ ഇരുന്നു, ഇങ്ങനെ ഭക്ഷണം കഴിച്ചു. കണ്ടോ ചരിത്ര. രാമൻ അത് ചെയ്തു ഇത് ചെയ്തു. അപ്പം ചരിത്രം എന്ന് പറയുന്നത് മതക്കാർക്കും രാഷ്ട്രീയക്കാരും ഉപയോഗിക്കാനുള്ള. ഇപ്പം എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ ചരിത്രം വളച്ചൊടിക്കുന്ന പണിയാണ് BJPക്ക്. മനസ്സിലായോ? അപ്പോൾ അവർ ബാബരി പള്ളി പൊളിച്ചു, അവിടെ രാമക്ഷേത്രം പണിതു. ഇതൊക്കെ ചരിത്രം പറഞ്ഞിട്ടാണ്. കാരണം 1526 ബാബറിയോട് വരുന്നത്. 1528-ലോ 29-ലോ ആണ് ബാബരി പള്ളി ഉണ്ടാക്കിയത്. അത് അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയാണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. വലിയ അന്യായം ഇതൊക്കെ. അതായത് ആ പള്ളി പൊളിച്ചതും അതിൻ്റെ മുകളിൽ രാമക്ഷേത്രം ഉണ്ടാക്കി ഭൂതകാലം എങ്ങനെ തിരുത്താൻ പറ്റില്ല. അപ്പോൾ ശബരിമല ക്ഷേത്രം അത് ബുദ്ധന്മാരുടെ ക്ഷേത്രം കൈവശപ്പെടുത്തിയതാണ് ചരിത്രം. അതിന് തെളിവ് ഹിന്ദുമതത്തിൽ എവിടെ ശരണം വിളി അവിടെ ഉണ്ടല്ലോ, ഹിന്ദുമതത്തിലെവിടെ ബ്രഹ്മചര്യം അവിടെ ഉണ്ടല്ലോ. അവരുടെ വേഷം, അവരുടെ സസ്യാഹാരം, അവരുടെ ബ്രഹ്മചര്യം എല്ലാം ബൗദ്ധ ആചാരങ്ങളാണ്. അവിടെ ജാതിയില്ല. കണ്ടോ, ശബരിമലയിൽ ജാതിയില്ല. എന്തേ ഉള്ളൂ, നേരത്തെ സ്ത്രീക്ക് മാത്രമേ നിഷേധമുള്ളൂ. എന്താ കാരണം? ബ്രഹ്മചര്യ. അപ്പോൾ ആരും പറയൂ ശബരിമല ബുദ്ധമതക്കാർ വിട്ടുകൊടുക്കണം? ആ അർത്ഥമുണ്ടോ പറഞ്ഞതിന്? ഒന്നുമില്ല. അത് ഭൂതകാലം എങ്ങനെ തിരുത്താൻ പറ്റില്ല. അപ്പോൾ ചരിത്രം ഉപയോഗിച്ചിട്ടാണ് ഈ രാഷ്ട്രീയക്കാരെപ്പോഴും മതക്കാരെപ്പോഴും അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു അസംസ്കൃത വസ്തുവിൻ്റെ പേരാ ചരിത്രം. പിന്നെ ഇന്നത്തെ പുതിയ സങ്കല്പം ചരിത്രം എഴുതാൻ പറ്റില്ല, ചരിത്രത്തിൻ്റെ വ്യാഖ്യാനം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നാണ്. ചരിത്രം മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ 1986 ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ CPM-കാർ വലിയ മുദ്രാവാക്യം വിളിച്ചിരുന്നു, കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടുന്നു. അപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടി. KR ഗൗരിയമ്മ മുഖ്യമന്ത്രി ആവാമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. എല്ലാവരും. മുഖ്യമന്ത്രി ആയത് നായനാരാ. ഇതാണ് വസ്തുത. ഇനി ഇതിൻ്റെ ചരിത്രം എന്താ? ഇതിനിപ്പോൾ 3 തരത്തിൽ, മിനിമം 3 തരത്തിൽ ഈ ചരിത്രം എഴുതാം. KR ഗൗരിയമ്മ മുഖ്യമന്ത്രി ആവാതെ പോയത് കേരളത്തിലെ വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സ്ത്രീ വിരോധം കൊണ്ടാണ്, സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാനുള്ള മടി കൊണ്ടാണ്. വേറൊരു വ്യാഖ്യാനമുണ്ട്, ഗൗരിയമ്മ ഈഴവ കുലത്തിൽ പിറന്നാണ്, ഒരു ഈഴവൻ ആ സ്ഥാനം കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വേറൊന്ന്, EMS നമ്പൂതിരിപ്പാടിനോട് വിധേയത്വം ഉള്ള ആളല്ല ഗൗരിയമ്മ, അതുകൊണ്ടാണ്. ഇതിലേതാ ചരിത്രം? ഇത് 3 ചരിത്രം. അതാണ്. കണ്ടോ, ചരിത്രം എഴുതാൻ പറ്റില്ല. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും KR ഗൗരിയമ്മ സ്ത്രീ ആയതുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി ആവാതെ പോയത്. കാരണം കേരളത്തിൽ അതിന് മുമ്പോ ഇപ്പോൾ ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ടില്ല. ഇതാണ് എൻ്റെ കണക്ക്. ചിലർ പറയും അവർ ഈഴവ കുലത്തിൽ പറഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ടാണ് JSS-ലൊക്കെ അവർ പറഞ്ഞത്. ചിലർ നമ്പൂരിപ്പാടിൻ്റെ വിരോധമുള്ള ആൾ പറയും നമ്പൂരിപ്പാടിൻ്റെ വിധേയത്തുള്ള ആളെ അയാൾ മുഖ്യമന്ത്രിയെ സമ്മതിക്കുള്ളൂ. ഇത് 3 ശരിയാണ്, അല്ലെങ്കിൽ 3 തെറ്റാണ്. പക്ഷേ വസ്തുത എന്തുണ്ട്? 86 ഗൗരിയമ്മ മുഖ്യമന്ത്രി ആവാൻ പോകുമ്പോൾ അവർക്ക് ആ സ്ഥാനം നിഷേധിക്കപ്പെട്ടു എന്നുണ്ട്. റൈറ്റ്? ഇതാണ് ചരിത്രത്തിൻ്റെ സ്ഥിതി. അത്ര ലളിതമായൊരു കാര്യമല്ല, വളരെ സങ്കീർണ്ണമാണ് ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ ഒരു മാഷായതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ചോദ്യം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസവും അതേപോലെ ഇപ്പോഴത്തെ കുടുംബജീവിതവും മുമ്പുള്ളതിനെ വെച്ചിട്ട് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് താരതമ്യപ്പെടുത്തിയ അല്ലെങ്കിൽ അതിപ്പോൾ എല്ലാത്തിലും വ്യക്തിബന്ധങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിനകത്ത് ബന്ധുക്കളുടെ ഇടയിൽ അയൽക്കാരുടെ ഇടയിലൊക്കെ വ്യക്തിബന്ധങ്ങൾ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനോടോ അമ്മയോടോ മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ മക്കളോടോ മരുമക്കളോടോ പേരമക്കളോടോ ഒക്കെ ഉള്ള ബന്ധം വളരെ കുറഞ്ഞിട്ടുണ്ട്. സുഹൃബന്ധങ്ങൾ വളരെ അയഞ്ഞു.
അയൽപക്ക ബന്ധങ്ങൾ വളരെ മോശമായി. അതിലൊരു കാര്യം പണമാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കേരളത്തിൽ മഹാദാരിദ്ര്യമാണ്. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടെങ്കിലേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. പക്ഷേ പണം വരുമ്പോൾ അതിൻ്റെ പല ആപത്തുകൾ കരുതിയിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൊക്കെ ഇപ്പോൾ ഗുരുനാഥന്മാരോട് ഞങ്ങൾക്കൊക്കെ എന്തൊരു ഭക്തിയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഭക്തിയുള്ള ശിഷ്യന്മാരുണ്ട് ഇപ്പോൾ ഇല്ല. ആ അധ്യാപക ഗുരുശിഷ്യ ബന്ധം വളരെ അയഞ്ഞുപോയി, വളരെ മോശമായി. അയൽപക്ക ബന്ധങ്ങൾ കുറഞ്ഞു. അങ്ങനെ അത് കേരളത്തിൽ മൊത്തമുള്ളതാണ്. അത് വിദ്യാഭ്യാസ രംഗത്തുമുണ്ട്. കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് അച്ഛനെയും അമ്മയും വേണ്ട, പിന്നെയാണോ ഗുരുനാഥനെ? അത്രയേ ഉള്ളത്. മാഷെ, വിധി എന്ന് ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാഷിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ആ വിധിയുണ്ട്, പക്ഷെ ഞാൻ അതിനെ വിലവയ്ക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് പല ആക്സിഡൻ്റ് ഉണ്ടായ ആളാണ്. ഒരിക്കലും ഒരു 20 കൊല്ലം മുമ്പ് ഒരു വലിയ ആക്സിഡൻറ്റ്, എൻ്റെ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി. എൻ്റെ ഇടത്തെ കാല് 2-3 കഷ്ണമായി മുറിഞ്ഞു പോയി. എൻ്റെ കയ്യെ കൊടിഞ്ഞു പോയി. അസുഖങ്ങൾ. ഇപ്പോൾ ഒരാൾ അന്ധനായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ കൈകാലില്ലാതെ ജനിക്കുന്നു, അല്ലെങ്കിൽ മന്ദബുദ്ധിയായിട്ട് ജനിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ വിധി, ഖലാ എന്ന് അറബി പറയുന്നത്. അതുള്ളതാണ്. പക്ഷേ ഞാനത് കാത്തിരിക്കുന്നില്ല. ഇപ്പം എനിക്ക് ചെയ്യാനുള്ള കർമ്മം ഞാൻ ചെയ്യും. ഭാഗ്യം എന്നൊരു സാധനമുണ്ട്, അതൊക്കെ വിധിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് പല അവസരാനുകൂല്യങ്ങളും കിട്ടിയ ആളാണ് ഞാൻ. വളരെ ഭാഗ്യവാനാണ് ഞാൻ എന്നെപ്പറ്റി ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് പണമില്ല എന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഞാനൊരു നല്ല വാക്ക് പറയുന്നുണ്ടോ, നന്നായിട്ട് പെരുമാറുന്നുണ്ടോ, വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ ജീവിതം അർത്ഥവത്താക്കുന്നത്. അതിപ്പം ഞാൻ സുന്ദരനല്ല എന്നുള്ള ആരെ ബാധിക്കും? ആരും ബാധിക്കാൻ പോണില്ല. എന്നെ ബാധിക്കാമെങ്കിലല്ലേ ഉള്ളൂ. ഞാനത് കണക്കാക്കണില്ല. ഇപ്പം എൻ്റെ രൂപം നല്ലതല്ല, പക്ഷേ എൻ്റെ ഭാവം നന്നാക്കാൻ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഉണ്ട്. ഞാനിപ്പോൾ ഒരാൾ പോലും ഞാൻ ചിരിക്കണം. അപ്പം മുഖം ഭംഗിയായി കണ്ടോ? മുഖത്തിൻ്റെ വൈരൂപ്യമല്ല. പിന്നെ നിങ്ങളെന്താ നിറാണ്, നിങ്ങളെന്ത് കുപ്പായാട്ടത്, നിങ്ങൾ എവിടുന്നാണ് ഊണ് കഴിക്കുന്നത്, നിങ്ങൾ ഏത് വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്, ഇതൊന്നും ഒരു വിഷയമുള്ളതല്ല. നിങ്ങൾ 500 രൂപയുടെ ഊണ് കഴിച്ചാലും 50 രൂപയുടെ ഊണ് കഴിച്ചാലും കണക്കാ അല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെ എൻ്റെ വ്യത്യാസം. 500 രൂപയാണ് ഒരു ഊണ്. കോഴിക്കോട്ടൊക്കെ അങ്ങനത്തെ ഹോട്ടലിൽ ഞാൻ കേട്ടു. ഞാൻ കഴിച്ചു നോക്കിയില്ല, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്ത്യൻ കോഫി ഹൗസ് നിന്നോ വല്ല ലഞ്ച് ഹോം എന്നൊക്കെയാണ് ഞാൻ ഊണ് കഴിക്കുന്നത്. വെജിറ്റേറിയനാണ്. അപ്പോൾ വിധിയുണ്ട്, അത് ഉണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. നമുക്ക് ചെയ്യാനുള്ള കർമ്മം ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വിധിയും കാത്തിരിക്കുന്നില്ല. അത് അള്ളാഹു എന്താ വെച്ച് എനിക്കറിഞ്ഞൂടാ. ഭാഗ്യമുണ്ട്, നിർഭാഗ്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പല നിർഭാഗ്യങ്ങളുണ്ടായ ആളെ അത് ഞാൻ ഉത്തരവാദിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു വണ്ടി വന്ന് എന്നെ ഇടിച്ചിടുന്നു. അതിപ്പോൾ ഞാൻ ഇപ്പോൾ 1 മാസം മുമ്പ് ഞാൻ പോകുന്ന കാറ് മുന്നിൽ പോയ ലോറിക്ക് ഇടിച്ചു. കാരണം ആ ലോറി പെട്ടെന്ന് വേറൊരു ബൈക്കുകാരനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ യാത്ര ചെയ്ത കാറേനെ ഇടിച്ചു. ഒരു വലിയ പരിക്കുന്ന എല്ലൊന്നും പൊട്ടിയില്ല, ഞാൻ കിടപ്പില്ല. അപ്പോൾ ആ റോഡിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വല്ല കുറ്റം ചെയ്തിട്ടാണോ അത്? അതെൻ്റെ നിർഭാഗ്യമാണ്. ഇതുവരെ ഇപ്പം ഞാൻ പഠിക്കാൻ വിചാരിച്ചൊക്കെ ഞാൻ പഠിച്ചു. എൻ്റെ പല ലേഖനങ്ങൾ അടിച്ചു വന്നു, എൻ്റെ പുസ്തകങ്ങൾ അടിച്ചു വന്നു, അങ്ങനെ പലതും. അപ്പം അതുകൊണ്ട് വിധിയെ കാത്തിരിക്കുന്നത് ബുദ്ധിയാവില്ല. അങ്ങനൊരു ഡൈമെൻഷൻ ജീവിതത്തിനുണ്ട്, അങ്ങനൊരു മാനം ജീവിതത്തിനുണ്ട്. എല്ലാം നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ അധ്വാനമോ കൊണ്ട് മാത്രമല്ല, അവസരാനുകൂല്യം കിട്ടണം. ഭാഗ്യം വേണം അതിന്. അത് ദൈവാധീനം എന്നാണ് വിശ്വാസികൾ പറയാം. ഞാൻ വിശ്വാസി അല്ലാത്തതുകൊണ്ട് ദൈവാധീനം എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ചിലപ്പോൾ എനിക്ക് അനുകൂലം, ചിലപ്പോൾ അനുകൂലമാവില്ല എന്ന് ഈ പറയുന്നത്. പക്ഷെ ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് കർമ്മത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, വിധിയിലല്ല. വിധിയുണ്ട്, ഞാനത് കണക്കാക്കുന്നില്ല. ഞാനൊരു വിധിവിശ്വാസിയല്ല, ഞാനൊരു കർമ്മവിശ്വാസിയാണ്. നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ അത്യധ്വാനം, അതാണ് നമ്മുടെ ജീവിതം രൂപീകരിക്കുന്നത്. പക്ഷേ ലാസ്റ്റത്തെ ഒരു ചോദ്യമാണ്, നമ്മുടെ സമൂഹത്തോട്, പ്രത്യേകിച്ച് പുതുതലമുറയോട് മാഷിന് എന്താണ് പറയാനുള്ളത്? ഒന്ന്, ആരോട് ഉപദേശം ചോദിക്കരുതെന്നുള്ളതാണ്. പിന്നെ ആരും ഇത് കേൾക്കാൻ പോണില്ല. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞൊക്കെ തന്നെ, അതായത് അവനവൻ്റെ സന്തോഷം വേണോ, അവനവന് സുഖം വേണോ, അത് വല്ലവരും കൊണ്ടെത്തരുന്ന് വിചാരിക്കണ്ട. അത് അവനവൻ തന്നെ ഉണ്ടാക്കണം. എൻ്റെ സുഖം എന്താണ്, എൻ്റെ സന്തോഷം എന്താണ്, എൻ്റെ പ്രവൃത്തി എവിടെയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ അവനവൻ തന്നെ ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഞാനതിൽ പറയുന്ന ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളൂ. ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനം വ്യക്തിബന്ധങ്ങളാണ്. വ്യക്തിബന്ധം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അച്ഛനോ അമ്മയായിട്ടുള്ള ബന്ധമല്ല, പ്രത്യേകിച്ച് സുഹൃത്ത്. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് എന്താ? നല്ല സുഹൃത്താണ്.
അപ്പോൾ അതുകൊണ്ട് അത് ബോധപൂർവ്വം നിലനിർത്തിയാലേ സൗഹൃദം നിലനിൽക്കുള്ളൂ. ഇങ്ങോട്ട് വിളിക്കട്ടെ, ഇങ്ങോട്ട് കാണാൻ വരട്ടെ, എന്നോട് ഇങ്ങോട്ട് ചോദിക്കട്ടെ, ഇങ്ങോട്ട് ചിരിക്കട്ടെ, അങ്ങനെയല്ല. ഇപ്പോൾ രാമായണത്തിൽ രാമൻ്റെ വലിയ ഗുണമായിട്ട് വാൽമീകി പറഞ്ഞൊരു കാര്യം, ആരെ കണ്ടാലും രാമൻ ആദ്യം സംസാരിക്കുന്ന പൂർവഭാഷി എന്ന് പറയും. രാമൻ അതായത് രാജാവാണത്, രാജകുമാരനാണ്. ആരെ കണ്ടാലും ആദ്യം സംസാരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ്, ഇങ്ങോട്ട് കണ്ടു എന്ന് നടിച്ചാലേ നമ്മൾ നടിക്കുകയുള്ളൂ, ഇങ്ങോട്ട് ചിരിച്ചാലേ നമ്മൾ ചിരിക്കുകയുള്ളൂ, ഇങ്ങോട്ട് നമസ്കാരം അല്ലെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാലേ നമ്മൾ അങ്ങോട്ട് പറയുള്ളൂ. എന്നാലും നമ്മൾ എന്താ അതൊക്കെ ഈ അല്പത്തങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആളോട് ഇഷ്ടമുണ്ട്, അതേ അനിഷ്ടമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞു അത് ആളെ പോണ വഴിക്ക് പോവാം. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ വിമർശിക്കുന്ന, നമ്മളോട് നല്ലതും ചീത്തയും തുറന്നു പറയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഭാഗ്യം ഞാൻ വിചാരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലി ഞാൻ വായിച്ചിട്ടുണ്ട്, ഹീസ് എ ലക്കി മാൻ, ഹി ഹാസ് ഗോട്ട് എ ഫ്രണ്ട്. ഹീസ് എ ലക്കി മാൻ, ഹി ഹാസ് ഗോട്ട് എ ഫ്രണ്ട്. അയാളൊരു ഭാഗ്യവാനാണ്, അയാൾക്ക് ഒരു സുഹൃത്തുണ്ട്. വളരെ സന്തോഷം മാഷേ, ഈ ഒരു സമയം ഞങ്ങൾക്ക് തന്നതിൽ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും.